ഹായ് എവ്രി വൺ, വെൽക്കം ടു കൊമേഴ്സ് വേൾഡ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ തേർഡ് സെമസ്റ്റർ MCOMയുടെ ഓരോ സബ്ജക്റ്റുടെ ചാപ്റ്റേഴ്സും അതേപോലെ തന്നെ അതിൻ്റെ ബുക്കുടെ പ്രൈസ് എത്രയാണ് എന്നുള്ളതും അതേപോലെ തന്നെ ഇനി നമ്മുടെ വീഡിയോസ് എപ്പോഴാണ് നമ്മൾ ഇടാൻ പോകുന്നത് എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോണത്. ഓക്കെ, സോ നമുക്ക് ഓരോ സബ്ജക്റ്റ് നോക്കാം. ആദ്യം വരുന്ന സബ്ജക്റ്റാണ് ഇൻകം ടാക്സ് ലോ പ്രാക്ടീസ് ആൻഡ് ടാക്സ് പ്ലാനിങ് ഇട്ട പേപ്പർ 1 ആണ് നിങ്ങൾക്ക് വരുന്നത്. സോ ഇൻകം ടാക്സിൽ നമുക്ക് മൊത്തം വരുന്ന പൈസ എന്ന് പറയുന്നത് അതായത് 300 റുപ്പീസ് ആണ് നിങ്ങൾക്ക് ഇൻകം ടാക്സ് ബുക്കിന് വേണ്ടിയിട്ട് വരുന്നത്. ഓക്കെ, പ്രോബ്ലംസും ആസ് വെൽ ആസ് തിയറിയും നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. 300 റുപ്പീസ് വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ബുക്ക് മേടിക്കുകയാണെങ്കിൽ നിങ്ങൾ 300 രൂപ കൊടുക്കണം. അല്ലാത്തവർ ഇത് പ്രിന്റ് എടുത്താലും മതി. ഓക്കെ, പ്രിന്റ് എടുക്കുന്ന ഷോപ്പിലുണ്ടാവും. ഓക്കെ, സോ നിങ്ങൾ അവിടെ പോയി ചോദിച്ചാൽ മതി. അവർ 2024-25 നമ്മളുടെ ഇൻകം ടാക്സിന്റെ ബുക്ക് അവർ എടുത്തു തരുന്നതായിരിക്കും. ഓക്കെ, സോ ഇതിൽ മൊത്തം 15 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഇതിൽ നിങ്ങൾക്ക് ആദ്യമുള്ള ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചതാണ്, അതായത് 5th സെം BCOMൽ പഠിച്ച ചാപ്റ്റേഴ്സ് ആണ്. അതായത് ഇൻകം ടാക്സിന്റെ ബേസിക്സ്, അതേപോലെ തന്നെ HRA കാൽക്കുലേഷൻ, സാലറി, അതേപോലെ തന്നെ നമുക്ക് വരുന്നത് ഇൻകം ഫ്രം ബിസിനസ് പ്രൊഫഷൻ, ക്യാപിറ്റൽ ഗെയിൻ, അതർ സോഴ്സസ്, ദെൻ നമ്മുടെ ടോട്ടൽ ഇൻകം കാൽക്കുലേഷൻ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ദെൻ അതല്ലാതെ അതിന്റെ ഒരു ചെറുതായിട്ടുള്ള ഒരു അഡ്വാൻസ്മെന്റും അതേപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മുടെ അസസ്മെന്റും ടൈപ്സ് ഓഫ് അസസ്മെന്റും കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിന്റെ ഒരു ചെറുതായിട്ടൊരു അഡ്വാൻസ്മെന്റ് ആണ് നമുക്ക് ഇൻകം ടാക്സിൽ വരുന്നത്. അതിൽ കൂടുതൽ നമുക്ക് ഇതിൽ അങ്ങനെ വരുന്നതായിട്ടില്ല. ഓക്കെ, ഇതാണ് ഇൻകം ടാക്സ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട്. ഫിനാൻഷ്യൽ മാനേജ്മെന്റും നമുക്ക് 5th സെമ്മിൽ ഫിനാൻസ് എടുത്തവർക്ക് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. അല്ലാത്തവർക്ക്, അതായത് ഫിനാൻസ് എടുക്കാതെ നമ്മുടെ BCOM കോർപ്പറേഷൻ അതേപോലെ തന്നെ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ പഠിച്ചവർക്ക് ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഇല്ല. ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്ക് മാത്രമാണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട് വരുന്നത്. സോ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ് നമ്മുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്ന സബ്ജക്റ്റിന് വരുന്നത്. സോ ഇതിന് നമുക്ക് 8 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇതിൽ ആദ്യത്തെ ചാപ്റ്റേഴ്സ് നമ്മുടെ ഫൗണ്ടേഷൻ ഓഫ് ഫിനാൻസ് എന്നുള്ളതൊക്കെ തിയറിയാണ്. ഓക്കെ, സോ ഇതിൽ നമുക്ക് ബോത്ത് തിയറീസും പ്രോബ്ലംസ് വരുന്നുണ്ട്. അത് രണ്ടും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ അതേപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് എന്നുള്ള കാര്യങ്ങളൊക്കെ BCOMൽ പഠിച്ചതാണ് ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർ. അല്ലാത്തവർക്ക് ഈ ചാപ്റ്റർ ഇല്ല കേട്ടോ. ഓക്കെ, സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്ന സബ്ജക്ട്. ഇത് നിങ്ങൾക്ക് പുതിയ സബ്ജക്റ്റ് ആണ്, ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഇത് പ്രോബ്ലം ആണ്. ഇതിന്റെ മുന്നിലത്തെ 2 പ്രോബ്ലം ആണ്, ഇതും പ്രോബ്ലം ആണ്. സോ നിങ്ങൾക്ക് 3 പ്രോബ്ലം ആണ് ഈ പ്രാവശ്യം വരുന്നത്. ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ബുക്കിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 250 റുപ്പീസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റിന് നമ്മൾക്ക് വരുന്നത്. അതേപോലെ തന്നെ ഇതിൽ നമുക്ക് 5 ചാപ്റ്റേഴ്സ് ആയിട്ടാണ് വരുന്നത്. ഇത് നിങ്ങൾ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഈ ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ എടുത്തവർക്കറിയാം പോർട്ട്ഫോളിയോ മാനേജ്മെന്റും പോർട്ട്ഫോളിയോ അനാലിസിസ് എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതാണ്. ഓക്കെ, അല്ലാതെ പഠിച്ചവർക്ക് ഇതില്ല. ഓക്കെ, അപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആണ് നമുക്ക് നെക്സ്റ്റ് വരുന്നത്. ഇതിൽ നമ്മൾ പ്രോബ്ലം ആസ് വെൽ ആസ് തിയറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് റിസർച്ച് മെത്തഡോളജി എന്ന് പറയുന്നത്. റിസർച്ച് മെത്തഡോളജി നമ്മൾ 5th സെമ്മിൽ, അതായത് BCOMയുടെ 5th സെമ്മിൽ പഠിച്ചതാണ് റിസർച്ച് മെത്തഡോളജി. അതിന്റെ അഡ്വാൻസ്ഡ് ആണ് നമുക്ക് ഇപ്പൊ വരുന്നത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 210, അതായത് 210 രൂപയാണ് വരുന്നത്. മൊത്തം നമ്മൾക്ക് 8 ചാപ്റ്റേഴ്സ് ആണ് ഇതിലും വരുന്നത്. 5th സെമ്മിൽ നമ്മൾ പഠിക്കാത്ത കുറെ കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്. ചില പ്രോബ്ലംസ് ഇതിൽ വരുന്നുണ്ട്. ഓക്കെ, ലൈക്ക് നമ്മളുടെ ഈ റിഗ്രഷൻ അങ്ങനെയുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ നമ്മൾ ടൂൾസ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന ആ സംഭവങ്ങളൊക്കെയാണ് നമ്മൾക്ക് ഈ റിസർച്ചിൽ വരുന്നത്. ഇതിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസ് മാത്രമായിരിക്കും അപ്ലോഡ് ചെയ്യണത്. ഓക്കെ, ഞാൻ മറ്റേ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോൾ വെച്ചിട്ടുണ്ടായിരുന്നു. സോ എല്ലാവരും അതിന് ആൻസർ ആയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൂടുതൽ വന്നത് ടാക്സിനായിരുന്നു കൂടുതൽ വന്നത്. റിസർച്ചിനൊന്നും നമുക്ക് അത്രത്തോളം നോട്ടൊന്നും കിട്ടിയിട്ടില്ല. ഓക്കെ, സോ അതിന്റെ ബേസിസിലാണ് ഞാൻ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. സോ റിസർച്ചിൽ നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറീസും അതേപോലെ തന്നെ എക്സാമിന് കൂടുതൽ കണ്ടുവരുന്ന തിയറീസ് ആയിരിക്കും നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ലാസ്റ്റ് വരുന്നതാണ് ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. ഇതും ഫിനാൻസ് സ്പെഷ്യലൈസേഷൻ BCOM പഠിച്ചവർക്ക് ഉണ്ടായിരുന്ന ഒരു സബ്ജക്റ്റ് ആണ്. 230 രൂപയാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. മൊത്തം നിങ്ങൾക്ക് ഇതിൽ 14 ചാപ്റ്റേഴ്സ് ആണ് വരുന്നത്. ഫുൾ ആൻഡ് ഫുൾ തിയറി ആണ്. കൂടുതൽ പേര് ഫെയിലാവുന്ന ഒരു സബ്ജക്റ്റ് കൂടിയാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യണത് മിക്കവാറും ടാക്സിലായിരിക്കും അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് ആയിരിക്കും.
അതേപോലെ തന്നെ ഫിനാൻസ് പഠിച്ചവർ ഫിനാൻസ് നമ്മൾ പഠിച്ച സബ്ജക്റ്റ് അല്ലേ എന്ന് പറഞ്ഞത് വിടും. ഓക്കെ, പക്ഷെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് തന്നെയാണ് മറ്റുള്ള പേപ്പറിനെ വെച്ച് നോക്കുന്ന സമയത്ത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ വരുന്നത് 14 ചാപ്റ്റേഴ്സ് ആണ്. കൂടുതൽ പേര് തോൽക്കുന്നത് ഇതിലാണ്, കൂടുതൽ പേർക്ക് മാർക്ക് കിട്ടാണ്ട് പോകുന്നത് ഇതിനാണെന്ന്. നന്നായി പഠിച്ചിട്ട് പോയവരായിരിക്കും, പക്ഷെ ലാസ്റ്റ് റിസൾട്ട് വരുന്ന സമയത്ത് അവർക്ക് പി ഗ്രേഡ് ഒക്കെ ആയിരിക്കും വരുന്നത്. ഓക്കെ, സോ നിങ്ങൾ മറ്റുള്ള സബ്ജക്റ്റ് എങ്ങനെയാണോ കോൺസെൻട്രേറ്റ് ചെയ്യണത് അതേപോലെ തന്നെ ഇതിനും കോൺസെൻട്രേഷൻ കൊടുത്താൽ മാത്രമേ ഇതിൽ പാസ്സാവാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ജസ്റ്റ് നിങ്ങളൊന്ന് പാസ്സായി പോകുന്നു മാത്രം, അല്ലാതെ നല്ല മാർക്ക് കിട്ടണം എന്നാണെങ്കിൽ ഇത് കൃത്യമായിട്ട് പഠിച്ചാലേ പാസ്സാവാൻ പറ്റത്തുള്ളൂ. ഓക്കെ, സോ ഇതിന് നമുക്ക് 14 ചാപ്റ്റേഴ്സിന്റെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ ഇത്രയാണ് നമ്മൾക്ക് നമ്മളുടെ 3rd സെമ്മിൽ പഠിക്കാനായിട്ട് വരുന്ന ബുക്സ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ടോട്ടൽ സംതിങ് 1200 രൂപ, 1200 സംതിങ് വരുന്നുണ്ട്. ഓക്കെ, ടോട്ടൽ നിങ്ങൾ ബുക്ക് മേടിക്കുകയാണെങ്കിൽ അത്രയായിരിക്കും വരുന്നത്. അല്ലെങ്കിൽ ആണെങ്കിൽ നിങ്ങൾ പോയി കടയിൽ പോയിട്ട് പറയാം ഇങ്ങനെ പ്രിന്റ് ഔട്ട് എടുക്കണം, 3rd സെമ്മിന്റെ ബുക്സ് എംകോമിന്റെ വേണമെന്ന് പോയി പറഞ്ഞാൽ അവർ പ്രിന്റ് എടുത്ത് തരുമായിരിക്കും. പക്ഷെ കുഞ്ഞുതായിരിക്കും ലെറ്റേഴ്സ് ഒക്കെ. ഓക്കെ, ഞാൻ പ്രിന്റ് എടുത്ത് കുറെ കുട്ടികളുടെ കണ്ടതാണ്, കുഞ്ഞുതായിരുന്ന ആ ലെറ്റേഴ്സ് ഒക്കെ. ഓക്കെ, നിങ്ങൾക്കത് ഓക്കെ ആണെന്നാണെങ്കിൽ നിങ്ങൾ അത് വാങ്ങിച്ച് പഠിച്ചോളൂ. അല്ലാതെ അവർ ബുക്ക് മേടിക്കുക. നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ PDFs കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ അത്ര ഡീറ്റെയിൽഡ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ നിങ്ങൾ പ്രിന്റ് ഔട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ ബുക്ക് മേടിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചുകൂടി ബെറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഓരോ സബ്ജക്റ്റിന്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ആദ്യം നമ്മൾ ഇൻകം ടാക്സ് തന്നെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യണത്. ഇൻകം ടാക്സ് കഴിഞ്ഞിട്ടായിരിക്കും മറ്റുള്ള സബ്ജക്റ്റിന്റെ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നതും എല്ലാ സബ്ജക്റ്റും നമ്മൾ ചെയ്യും, പക്ഷെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനും അതേപോലെ തന്നെ റിസർച്ചിന്റെയും ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രമായിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. മറ്റുള്ള 3 സബ്ജക്റ്റ് നമുക്ക് പ്രോബ്ലം വരുന്നുണ്ട്, ആസ് വെൽ എസ് തിയറി വരുന്നുണ്ട്. പ്രോബ്ലംസ് ആസ് വെൽ എസ് തിയറി നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ വീഡിയോസ് വന്നിട്ട് വീക്ക്ലി ആയിരിക്കും അപ്ലോഡ് ചെയ്യുന്നത്. സാറ്റർഡേ ആൻഡ് സൺഡേ ആയിരിക്കും നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, സോ വീഡിയോസ് മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.